ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നല്ല കടുപ്പത്തിൽ എങ്ങനെ ദം ചായ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള മന്ത്ലി സാധനങ്ങൾ വാങ്ങുന്ന ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പിംഗ് വ്ളോഗും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ചിലർക്ക് ചായ ഭയങ്കര കടുപ്പായിരിക്കും വേണ്ടിയിരിക്കുക, ചിലർക്ക് ഭയങ്കര ലൈറ്റ് ആയിട്ടായിരിക്കും ചായ വേണ്ടിയിരിക്കുക. ചിലപ്പോൾ നമ്മൾ കട്ടനൊക്കെ ആണെങ്കിലും ലൈറ്റ് ആയിട്ടുള്ളതും കടുപ്പായിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് എങ്ങനെ നല്ലൊരു ചായ കടുപ്പത്തിൽ, അതും ദം ചായ എങ്ങനെ കടുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു ചെറിയൊരു പാത്രം വെക്കുന്നത് കേട്ടോ. വളരെ ചെറിയ പാത്രം, നമ്മൾ ഏതാണ് എടുക്കുന്ന കുക്കർ, നമ്മൾ കുക്കറിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിൽ കൊള്ളാവുന്ന ഒരു ചെറിയൊരു പാത്രം എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുക്കാൽ ഭാഗവും ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതുപോലൊരു തുണി, ഒരു കോട്ടൻ്റെ തുണി ഇതിൽ മുക്കി വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ പാത്രം കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിൽ തുണി എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എടുത്താൽ അത്ര ഒന്നും തുണി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിനും കുറവായിട്ട് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും കയറുകൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ഈ തുണിയൊന്ന് ഇതിന് മുകളിൽ കെട്ടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശേഷം ഞാനിതിലേക്ക് ഒരു 2.25 ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ നല്ല ഫൈനായിട്ടുള്ളൊരു ചായപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഒരു കറുകപ്പട്ടയുടെ തണ്ടും അതുപോലെ തന്നെ 2 ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഞാൻ ഇതുപോലൊരു കുക്കർ എടുത്ത് അതിലേക്ക് ഇതുപോലുള്ളൊരു റിങ് വെച്ച് അതിൻ്റെ മുകളിലൊരു സ്റ്റീൽ തട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് മുകളിലാണ് ഞാനിത് നമ്മുടെ ദം ചെയ്യാൻ പോകുന്ന ചായപ്പൊടിയും അതുപോലെ തന്നെ കറുകപ്പട്ട ഏലക്ക ഇട്ട ഇത് വെക്കുന്നത്. ശേഷം ഞാൻ കുക്കർ അടച്ച് വെച്ച് ഒരു 5 വിസിൽ കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല കടുപ്പത്തിൽ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് പുറത്തോട്ട് എടുത്തിട്ട് ഇതിൻ്റെ കെട്ടൊക്കെ ഒന്ന് അഴിച്ച് മാറ്റിയിട്ട് തുണിയെല്ലാം കൂടി കിഴി പോലെ പിടിച്ചിട്ട് ഇതിനുള്ളിലുള്ള ലായനി മൊത്തം, അതായത് നമ്മുടെ ചായയുടെ ലായനി ഉണ്ടല്ലോ, അത് മൊത്തം പിഴിഞ്ഞിട്ട് നമ്മുടെ ഈ പാത്രത്തിലേക്ക് ആക്കണം കേട്ടോ. അപ്പോഴേക്കും ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 കപ്പ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ പഞ്ചസാര വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ശേഷം പാലൊന്ന് തിളച്ച ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ദം ചെയ്ത ലായനി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് എത്രയാണോ നിങ്ങൾക്ക് കടുപ്പം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്നാണ്. കടുപ്പം കൂടുതലുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം, അല്ലാത്തവർക്ക് കുറച്ച് ലൈറ്റായിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറുള്ള ചായ, നമ്മളെന്നും കുടിക്കുന്ന ചായൻ്റെക്കാളും ഒന്ന് ഫ്ലേവറുള്ളൊരു ചായ ആയിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല കടുപ്പത്തിലുള്ളൊരു ദം ചായ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കടുപ്പം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ചായനേക്കാളും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെ ചായ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കടുപ്പത്തിലുള്ളൊരു ദം ചായ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ചായയൊക്കെ കുടിച്ച് വൈകുന്നേരമായി. അപ്പോൾ നമ്മൾ മന്ത്ലി ഷോപ്പ് ചെയ്യാറുണ്ട്, ഗ്രോസറി ഷോപ്പിംഗ് നടത്താറുണ്ട്. അപ്പോൾ മന്ത്ലിയാണ് നമ്മൾ വാങ്ങിക്കൽ തന്നെ. അപ്പോൾ ഉമ്മ വരാറില്ല, ഇപ്പോൾ കോവിഡ് അതിനെ കൊണ്ട് ഉമ്മനെ കൊണ്ടുപോകാറില്ല. പകരം ഞാനും അനിയനും ഉപ്പയും കൂടിയാണ് കേട്ടോ പോയത്. അപ്പോൾ സാധനങ്ങൾ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 കയ്യിലും ഗ്ലൗസൊക്കെ ഇട്ട് മാസ്കൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. നമ്മൾ പൊതുവേ വൈകുന്നേരങ്ങളിലാണ് ഗ്രോസറി ഷോപ്പിംഗ് നടത്താൻ പോകല്. കാരണം ഉപ്പയ്ക്ക് ഒഴിവായിട്ടുണ്ടാവുക വൈകുന്നേരങ്ങളിലാണ്. അതുപോലെ തന്നെ നമ്മൾ ദൂരക്കൊന്നും പോകുന്നില്ല. അടുത്ത് ഏതാണോ നല്ല ഷോപ്പ് അവിടെയാണ് നമ്മൾ ഗ്രോസറി ഇപ്പോൾ വാങ്ങുന്നത് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ തിരൂർ ടൗണിലേക്ക് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇട്ടാവട്ടത്ത് തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ അവർ ഭയങ്കര സാധനങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് അവരെ ഫ്യൂമിഗേഷൻ ചെയ്യുന്ന പോലെ തന്നെ സാനിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മന്ത്ലി പർച്ചേസ് ചെയ്യുന്നതെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കലെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓയിലാണ് ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അനിയന് മിൽക്ക് മെയ്ഡ്, അതുപോലെ തന്നെ ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലുള്ളതാണ് മിൽമയുടെ ഗീ, RKG,
അതുപോലെ തന്നെ ഓയിൽ, മിൽക്ക് പൗഡർ, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളും. പിന്നെ നമ്മൾ മെയിനായിട്ട് പോകുമ്പോൾ വാങ്ങിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് മസാല പൗഡേഴ്സ്. നമ്മളെപ്പോഴും ഈസ്റ്റേണിൻ്റെ മസാല പൗഡേഴ്സാണ് വാങ്ങിക്കൽ. മീറ്റ് മസാല, മട്ടൻ മസാല, അതുപോലെ തന്നെ പെപ്പർ പൗഡർ, ചിക്കൻ മസാല, സാമ്പാർ മസാല, അങ്ങനത്തെ കുറച്ച് നമ്മൾ ഇൻസ്റ്റൻറ്റ് മസാല പൗഡേഴ്സ് നമ്മൾ വാങ്ങിക്കാറുണ്ട്. പിന്നെ എല്ലാ മന്തും നമ്മൾ ഇതേ സാധനങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് വാങ്ങിക്കലല്ല. നമ്മൾ എന്താണോ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അത് നോക്കിയിട്ടാണ് വാങ്ങിക്കൽ. ഇപ്പോൾ ഈ ടൊമാറ്റോ സോസ്, കെച്ചപ്പ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ വലുത് തന്നെ വാങ്ങിക്കും. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം പോകുമ്പോഴൊന്നും നമുക്ക് അത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണോ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അത് മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഉമ്മ ഇപ്പോൾ ഡയറ്റിലാണ്, ഒരു ന്യൂട്രിയൻ ഡയറ്റിലായതുകൊണ്ട് ഉമ്മയ്ക്കിപ്പോൾ ഗുഡ് ലൈഫിൻ്റെ മിൽക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരു 2 പാക്കറ്റ്. പിന്നെ അതുപോലെ തന്നെ നന്നാരി സർബത്ത്, അതെന്തായാലും മസ്റ്റായിട്ട് വാങ്ങുന്നൊരു സാധനമാണ്. ഇപ്പോഴാണ് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ് നന്നാരിയുടെ സർബത്ത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞു. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കേണ്ടതെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ വാങ്ങിക്കാൻ പോകുന്ന കുറച്ച് പച്ചക്കറി ഐറ്റംസാണ്. അതുപോലെ തക്കാളി, പച്ചമുളക്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. അത് നമ്മൾ തൊട്ടടുത്തുള്ള മറ്റൊരു ഷോപ്പിൽ തന്നെയാണ് കയറിയത് കേട്ടോ. ഇപ്പോൾ എവിടെയും സാധനങ്ങൾ നമ്മൾ നല്ലപോലെ നോക്കിയിട്ടൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, നല്ല സൂക്ഷ്മതയിൽ നോക്കിയിട്ടൊന്നും വാങ്ങിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങി എന്താണോ വേണ്ടത്, പച്ചക്കറികൾ എന്താണോ വേണ്ടതെന്ന് നമ്മൾ ഒരു ലിസ്റ്റ് വേഗം കൊടുത്തു. അങ്ങനെ നമ്മൾ വേഗം എടുത്തിട്ട് വീട്ടിൽ പോവുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വലിയൊരു കടമ്പുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഇത് ചെയ്യാറ് കേട്ടോ. കാരണം എല്ലാ സാധനങ്ങളും ലിസ്റ്റ് അനുസരിച്ച് അതിൻ്റെ പേ ചെയ്ത ബില്ലൊക്കെ നോക്കിയിട്ടെല്ലാം ക്ലിയറാക്കി നോക്കുന്നത് ഞാനാണ്. എന്തെങ്കിലും സാധനം മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ ഞാനാണ് കേട്ടോ ചെക്ക് ചെയ്യുന്നത്. പിന്നീട് സാധനങ്ങൾ ഓരോന്നിൻ്റെ സ്ഥലത്ത് അതായത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതും ഞാൻ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വൈകുന്നേരം. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്തെല്ലാം അതൊക്കെ തന്നെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.